വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയ എപ്പിസോഡിൽ ശാലിനി അവിടെ പീഠത്തിലേക്ക് ഇരുന്ന ശേഷവും വിഷ്ണുവിനോട് ശാരദാമ്മ പറയുന്നുണ്ട്, ഇനിയെങ്കിലും പറയണ്ടേ, സത്യാമ്മയോട് പറയുമെന്ന് പറയുമ്പോൾ ഇത് ചടങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെയാണ് പറയുക എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞ് ആകെ നിരാശനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചടങ്ങുകളൊക്കെ ആരംഭിക്കാനായിട്ട് തിരുമേനി പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ തുടങ്ങി വെക്കാനായിട്ട് സത്യഭാമ പറയുകയാണ്. അന്നേരം വേണ്ട, സത്യാമ്മ തന്നെ തുടങ്ങിക്കോളൂ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. തുടർന്ന് മാലതിയും പറയുകയാണ്, സത്യഭാമയ്ക്കല്ലേ കുഞ്ഞിനെ കാണണം എന്നുള്ളൊരാഗ്രഹം ആദ്യമേ ഉണ്ടായത്, അപ്പോൾ ഭാമ തന്നെ തുടങ്ങുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ തുടങ്ങി വയ്ക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ശാലിനിയുടെ കവിളിലേക്ക് മഞ്ഞളൊക്കെ എടുത്തൊട്ട് കൊടുക്കുന്നുണ്ട്. നെറ്റിയിൽ സിന്ദൂരമൊക്കെ കൊടുത്ത് തലയിലേക്ക് ഇങ്ങനെ പൂവൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അന്നേരവും വിഷ്ണുവിനെ തന്നെ ശാലിനി ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. തുടർന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സത്യാമ്മയുടെ കാല് തൊട്ട് ശാലിനി പൊറുക്കണം അമ്മേ എന്നിങ്ങനെയാണ് മനസ്സിൽ പറയുന്നത്. തുടർന്ന് ഇനിയും ഇതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നന്നായിട്ട് ശാലിനിയെ സത്യഭാമ അനുഗ്രഹിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ്. തോന്നി ഭാമയുടെ ശാലിനിയുടെ ഈ ഭാഗങ്ങളൊക്കെ മാലതിയും ആ ഡോക്ടർ നിൽക്കുന്ന ഡോക്ടറും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ശാരദാമ്മ വന്നാട്ടെ എന്നിങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ ശാരദാമ്മ മടിച്ചു വരികയാണ്. അതിനുശേഷം ഭാമ ചെയ്തതുപോലെ ആ സീമന്തത്തിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതിന് മുമ്പേ ശാരദാമ്മ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ നിക്ക് ശാരദാമ്മ അനുഗ്രഹം എന്നിങ്ങനെ ഭാമ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ കാലിൽ തൊടുന്നുണ്ട്. പൊറുക്കണം അമ്മേ എന്നിങ്ങനെ വീണ്ടും പറയുകയാണ് ശാലിനി എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം തൊട്ട് നെറ്റിയിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ബലമായിട്ട് ശാരദാമ്മയുടെ കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. ശാരദാമ്മ ദേഷ്യത്തിൽ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് മാറി അങ്ങ് പോവുകയാണ്. രാഘവൻ നായരും അർജുനും രോഹിത്തും ശ്യാമയും ശാരികയും ഒക്കെ അങ്ങ് വിഷമിച്ചാണ് നിൽക്കുന്നത്. ഇതേസമയം ഡോക്ടർ ഭാമയോട് ചോദിക്കുകയാണ്, ഇതെന്താ ഭാമേ, സീമന്തത്തിൻ്റെ ചടങ്ങുകൾ നടത്താനായിട്ട് സാധാരണ പെണ്ണുങ്ങൾ ഇടിച്ചു കയറി പോവാനാണ് പതിവ്, ഇവിടെ എല്ലാവർക്കും ഒരു മടി പോലെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, അത് സന്തോഷം കൊണ്ട് തന്നെയാണ്. ഈ നിൽക്കുന്ന രണ്ടുപേരും ശാരികയെയും ശ്യാമയെയും പിടിച്ചിട്ടാണ് പറയുന്നത്. ഇവർ ശാലിനിയുടെ കൂടെ പിറപ്പാണ്, അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നവളാണ് ഈ ശാരിക. പിന്നെ ഈ ശ്യാമയുണ്ടല്ലോ, എൻ്റെ രണ്ടാമത്തെ മകൻ്റെ മരുമകൾ കൂടിയാണ്. പക്ഷേ ഈ സീമന്തത്തിന് ഏറ്റവും കൂടി ചടങ്ങ് നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ അർഹതയുള്ളവൾ ഇവരാരുമല്ല, വേറൊരാളാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഇവളാണ് ഇവളുടെ ഗർഭം പോലും സത്യം മറച്ചു വയ്ക്കാനായിട്ട് ഇവളുടെ രക്ഷയ്ക്ക് വേണ്ടി ശാലിനി സ്വയം ഏറ്റെടുത്തവളാണ്. ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചവളാണ് ഇരിക്കുന്നത്, ഇവൾക്കാണ് ഇപ്പോൾ സീമന്തം എന്ന് പറഞ്ഞ് ഭാമയങ്ങ് ചിരിക്കുകയാണ്. ഇവളുടെ കുഞ്ഞിനെ പ്രസവിക്കാതെ തന്നെ ഇവളുടെ കുഞ്ഞിൻ്റെ അമ്മയായവളാണ് ശാലിനി. അപ്പം അങ്ങനെ ഒരു ശാലിനിക്ക് കുഞ്ഞുണ്ടാകും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് എൻ്റെ പ്രീതി മോളാണ്, മോള് ചടങ്ങ് നടത്ത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഡോക്ടർ ഇതെല്ലാം തലവലിക്ക് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് പ്രീതി ചെല്ലുന്നുണ്ട്. അതേപോലെ മഞ്ഞളും കുങ്കുമവും ഒക്കെ തൊട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ധൈര്യം പോലെ ആശ്വാസം പോലെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് കരഞ്ഞ് ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഇങ്ങനെ ചടങ്ങുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുസ്മിത വരുന്നത്. തുടർന്ന് വേറെയും 2-3 ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഭാമ അവരെയൊക്കെ സ്വീകരിക്കുകയാണ്. അന്നേരവും ഡോക്ടർ വീണ്ടും ചോദിക്കുകയാണ്, ഇതെന്താ ആർക്കും ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്, നമുക്കൊരു പാട്ടായാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പാട്ട് ഞാൻ പാടിയാൽ മതിയോ എന്നും പറഞ്ഞ് ചോദിച്ചുകൊണ്ടാണ് സുസ്മിത അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം സുസ്മിതയെ കണ്ട എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ, വിഷ്ണുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഭാമ ഒരു ഭാവഭേദമില്ലാതെ നിൽക്കുകയാണ്. എല്ലാവരും ദേഷ്യത്തോടെ, രാഘവൻ നായരും അർജുനും രോഹിത്തും ഒക്കെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. പുതിയ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അന്നേരം അല്ലെങ്കിൽ വേണ്ട, പെരുങ്കള്ളി പ്രഗ്നൻ്റ് ആയാലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പുതിയതാണ്, ഞാൻ തന്നെ എഴുതിയതാണ്, മ്യൂസിക്കൊക്കെ എൻ്റെയാണ്, ലഞ്ചിങ് ഇവിടെ തന്നെ ആകാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷ്ണുവിനങ്ങ് ആകെ ദേഷ്യം വരുന്നുണ്ട്. നിനക്കെന്താടി ഇവിടെ കാര്യം, മര്യാദയ്ക്ക് ഇറങ്ങി പോടി എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞുകൊണ്ട് സുസ്മിത അടുത്തേക്ക് വരികയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, ഇതെന്താ ആൻറ്റി, ഒരാൾ വന്ന് ക്ഷണിക്കുന്നു, മറ്റേ ആൾ വന്ന് ഇറങ്ങി പോകാൻ പറയുന്നു, ഇതെന്ത് മര്യാദ കേടാ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ആരാടി ഇവിടെ ക്ഷണിച്ചതെന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, വേണ്ട വിഷ്ണു, ഞാൻ സാറിനെ ക്ഷണിച്ചിരുന്നു, അതുകൊണ്ട് തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമ ഇവൾക്ക് ക്ഷണമുണ്ടെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാം, പക്ഷേ ഇവരുടെ ഈ വേലകളൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ, അയ്യോ കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാനങ്ങ് ഒതുങ്ങിപ്പോയെങ്കിലേ, അമ്മാതിരി ഒരു മുതലിനെ അല്ലേ വിഷ്ണുവേട്ടനും ശാലിനിയും കൂടി എൻ്റെ തലയിലൊക്കെ കെട്ടിവെച്ചത്, അങ്ങേരുണ്ടാക്കുന്ന പ്രശ്നം തന്നെ എനിക്ക് തീർക്കാനായിട്ട് സമയമില്ല, അതിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെപ്പോലെ ഇത്രയും സ്നേഹമുള്ള
നിങ്ങളെപ്പോലും എനിക്ക് കാണാനായിട്ട് വരാൻ സാധിക്കാത്തതെന്ന് പറയുമ്പോൾ മതി മതി നീ അവിടെയെങ്ങാനും പോയി നിൽക്ക് എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. ശരി എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ ഒരു കലിപ്പിൽ നിൽക്കുകയാണ്. പെരുങ്കള്ളി എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ പതിയെ പറയുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ അതേടി പെരുങ്കള്ളി എന്ന് വിളിച്ചത് നിന്നെ തന്നെയാ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയുടെ ഭാവം മാറുകയാണ്. അതെ, പെരുങ്കള്ളി ഞാനല്ല, അതേ ഇരിക്കുന്ന വിഷ്ണുവേട്ടൻ്റെ ഭാര്യ തന്നെയാണ്. ഗർഭമില്ലാതെ സീമന്തം നടത്തുന്ന ഇവളല്ലേ പെരുങ്കള്ളി എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അന്തം വിട്ട് നോക്കുന്നുണ്ട്. രാഘവൻ നായരും വിഷ്ണു അങ്ങ് ഇല്ലാതാവുകയാണ്. പിന്നെ ശാരദാമ്മയാണെങ്കിലും വായി കൈവയ്ക്കുന്നുണ്ട്. എല്ലാം തീർന്നു എന്നുള്ള ലെവലിൽ അർജുനും രോഹിത്തും ഇങ്ങനെ തലേ കൈയും വെച്ച് ഇരിക്കുകയാണ്. തുടർന്ന് ഭാമയുടെ ശ്രദ്ധ മാറ്റാനായി പെട്ടെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ ചടങ്ങുകളൊക്കെ നടക്കട്ടെ, ശാരിക ഇങ്ങോട്ട് വന്നേ, ചടങ്ങ് ചെയ്യുമെന്ന് പറയുമ്പോൾ ശാരിക ഇങ്ങോട്ട് വരുമ്പോൾ നിൽക്കുക എന്നിങ്ങനെ പറഞ്ഞ് ഭാമ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് സുസ്മിത എന്ന് വിളിക്കുകയാണ്. അന്നേരം ആൻറ്റി എന്നെ വിളിക്കുമെന്ന് അറിയാമായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് എന്താ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്താ ഭാമ അവൾ എന്തെങ്കിലുമൊക്കെ എവിടെ നിന്ന് പറയട്ടെ, ചടങ്ങ് നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല അതെന്താണെന്ന് അറിഞ്ഞിട്ട് മതി ഇനി ബാക്കി ചടങ്ങ് എന്ന് പറയുകയാണ് പിന്നെ സത്യഭാമ. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ പോവുകയായിരുന്നു. അപ്പോൾ വിഷ്ണുവേട്ടനാണ് എന്നെ പെരുങ്കള്ളി എന്ന് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ശാലിനി എന്തിയിരിക്കുന്ന ശാലിനിയാണ് പെരുങ്കള്ളി എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞു എന്ന് പറയുമ്പോൾ അതല്ലാതെ നീ വേറെന്തോ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ പിന്നെ സുസ്മിത പറയുമ്പോൾ ഇല്ല നീ എന്തോ പറഞ്ഞു എന്താണെന്ന് പറയുമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഗർഭമില്ലാതെ തന്നെ സീമന്തം നടത്തുന്ന ഈ ശാലിനിയല്ലേ പെരുങ്കള്ളി എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയായി പറയുന്നതെന്നും പറഞ്ഞ് ഭാമ നിൽക്കുകയാണ്. ഭാമ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട് അതൊക്കെ അവൾ എന്തെങ്കിലും പറയട്ടെ എന്ന് പറയുമ്പോൾ അല്ല എനിക്ക് സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞിങ്ങനെ സത്യഭാമ നിൽക്കുകയാണ്. അന്നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അർജുന്, രോഹിത്ത്, ശ്യാമ, പിന്നെ ശാരിക, പ്രീതി, പിന്നെ വിഷ്ണുവും സത്യഭാമയും ശാരദാമ്മയും ഒക്കെ ഇതേ സമയം എല്ലാം തളർന്നു നശിച്ചു തീർന്നു എന്നുള്ള രീതിയിൽ അങ്ങ് ആകെ സങ്കടത്തിൽ അവിടെ ഇരുന്നങ്ങ് കരയുകയാണ് ശാലിനിയും. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ച് ഡോക്ടർ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ വീഡിയോ എന്തായാലും സുസ്മിത കൊണ്ടുവന്ന് കാണിക്കും. അതേസമയം ശാലിനിയോട് സത്യാവസ്ഥ ചോദിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഡോക്ടറൊക്കെ ഇടപെടും. അങ്ങനെയൊക്കെ ടെസ്റ്റ് ഉണ്ടാവും. പക്ഷേ സുസ്മിതയുടെ പണി അവിടെയും പാളുക തന്നെ ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക്